ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ പിഞ്ച് ഓഫ് ലവ് ബൈ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒന്നാണ് കുക്കുംബർ എന്ന് പറയുന്നത്. കാരണം കുക്കുംബറിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും നല്ല കൂളിംഗ് ഇഫക്റ്റ് തരാനും കുക്കുംബറിന് സഹായിക്കും. ചൂട് കാലത്ത് നമ്മുടെ ബോഡിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കുക്കുംബർ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുക്കുംബർ വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ്. വളരെ ഈസി ആൻഡ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്ത് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കുക്കുംബർ ജ്യൂസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുക്കുംബർ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച ശേഷം മിക്സിയിലിട്ട് ഒരു ജ്യൂസ് പരുവത്തിൽ അരച്ചെടുക്കണം. നമ്മുടെ ഫേഷ്യലിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫേസ് ക്ലീനപ്പ് ആണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാലും പിന്നെ അതിലേക്ക് ഞാൻ കുക്കുംബർ ജ്യൂസും കൂടി ആഡ് ചെയ്യാണ്. ഒരു കോട്ടന്റെ ഇതുപോലത്തെ പാഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ് ക്ലീനപ്പ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഇനി എങ്ങനെയാണ് ഫേസ് ക്ലീനപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മുടെ മിൽക്ക് പ്ലസ് കുക്കുംബർ ജ്യൂസിലോട്ട് നമ്മുടെ കോട്ടൺ പാഡ് മുക്കിയ ശേഷം ഫേസിൽ എല്ലായിടത്തും നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കുക. നമ്മുടെ ഫേസിൽ നമ്മൾ സ്ക്രബ്ബറോ ഫേസ് പാക്കോ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഫേസ് ക്ലീൻ ആയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിലുള്ള പാല് ഒരു നാച്ചുറൽ ക്ലെൻസർ ആണ്. അതുപോലെ തന്നെ ലാക്ടിക് ആസിഡ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലീനപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് നല്ല മാറ്റം നിങ്ങളുടെ ഫേസിൽ അനുഭവപ്പെടും. 1 മിനിറ്റ് ഇത് വച്ച ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ സ്ക്രബ്ബർ പ്രിപ്പയർ ചെയ്യാം. സ്ക്രബ്ബറിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ ഓട്സ് ആണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമ്മുടെ കുക്കുംബർ ജ്യൂസും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ ഫേസ് കഴുകിയ ശേഷം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബിങ്ങിലോട്ട് നമുക്ക് കിടക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്ക്രബ്ബർ വളരെ മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ്ബർ ആയതുകൊണ്ട് തന്നെ സ്കിന്നിന് ഹാർഷൊന്നും ഉണ്ടാക്കില്ല. നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം മസാജിങ് ചെയ്യുക. കാരണം ഈ സ്റ്റെപ്പിൽ മസാജിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം ഈ ഒരു സ്ക്രബ്ബർ ഫേസിൽ തന്നെ വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ തേർഡ് സ്റ്റെപ്പായ ഫേസ് പാക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. തേർഡ് സ്റ്റെപ്പായ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ്. ഇതിലേക്ക് ഞാൻ മസൂർ ദാൽ അല്ലെങ്കിൽ ചുമന്ന പരിപ്പില്ലേ അത് പൊടിച്ചിടുന്നുണ്ട്. അത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ റൈസ് പൗഡർ ഇട്ടാൽ മതി. കൂടെ ടർമറിക്, മഞ്ഞൾപ്പൊടി പ്ലസ് നമ്മുടെ കുക്കുംബർ ജ്യൂസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്ക്രബിങ് ചെയ്തത് കളഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുഖത്തും കഴുത്തിലും നന്നായിട്ട് കട്ടിയിൽ തന്നെ പുരട്ടി കൊടുക്കുക. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ബോഡിയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ക്രബിങ്ങും അതുപോലെ തന്നെ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടുതൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലും ഇത് പുരട്ടാവുന്നതാണ്. ഓറഞ്ച് പീൽ പൗഡർ നിങ്ങൾക്ക് വാങ്ങാനില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓറഞ്ച് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ ആ തൊലി എപ്പോഴും സൂക്ഷിച്ച് വച്ച് ഉണക്കി പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലും കഴുത്തിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ്സ് ഉണങ്ങാൻ അനുവദിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. ഒരു 15 മിനിറ്റ് വച്ച ശേഷം ഞാൻ എൻ്റെ ഫേസ് കഴുകി. നമുക്ക് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ആണ്. മുഖം സ്കിന്നൊക്കെ നല്ലൊരു റിഫ്രഷ് ആയ പോലെയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയ പോലെ ആയിരിക്കും. പിന്നെ ഈ ഒരു ഫേഷ്യൽ കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ വർദ്ധിക്കും, സ്കിൻ നിറം വയ്ക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുകയും നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കാണാൻ പറ്റുമല്ലോ, എൻ്റെ ഫേസിൽ ഉണ്ടായ മാറ്റം നിങ്ങൾക്ക് കണ്ടു എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.